ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണിന്ന്. സെക്കൻഡ് ഡേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലൂടെ കാണാം. ഇന്നലെ നൈറ്റ് ഫുള്ള് നമ്മൾ സ്വന്തം കുക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു ഗായ്സ്. അതുകൊണ്ട് രാവിലെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും അപ്പോന്ന് പറഞ്ഞത് ഒരാൾ മാത്രമാണ് പുട്ട് പറഞ്ഞത് കൊണ്ട് എൻ്റെ മോള്. ബാക്കി എല്ലാവർക്കും നല്ല മൊരിഞ്ഞ ക്രിസ്പി അപ്പം, നല്ല ക്രിസ്പി ആയിട്ടുണ്ടല്ലേ അത്. ചീനിയുണ്ട്, ചീനി ഇപ്പോഴത്തേക്കല്ല, രാത്രിയിലത്തേക്കാണ്. ചീനി, ബ്രെഡ്, ചപ്പാത്തി ഇതെല്ലാം മൂകാംബിക ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. മൂകാംബികയുടെ അമ്മ അയച്ചതായിരിക്കും, നമ്മൾ മൂകാംബിക ദേവി അയച്ചതാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. കാരണം ഫസ്റ്റ് ഡേയിൽ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നു നൈറ്റ്. സെക്കൻഡ് ഡേയിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളുണ്ട്. നമുക്ക് ഒരു കടമുറി നമുക്കായിട്ട് തുറന്ന് തന്നിട്ടുണ്ട്, കുട്ടികളെ കൊണ്ട് അതിനകത്തിരിക്കാനും. ഞാൻ ഒരാളെ എന്നെ വിളിച്ചു, അല്ലോ 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 ഞാൻ പറഞ്ഞു മഴയാ മൂന്നിട്ട് ഭയങ്കര അപ്പൊ നമ്മൾ ടേസ്റ്റി നൂഡിൽസിന്റെ സാമ്പാർ വെക്കാൻ പോകുന്നത്. ചൂടുവെള്ളത്തിലിടണം. തീ ഓഫ് ചെയ്തോ? അല്ല, അത് എടുക്കണ്ട. എങ്ങനെ വെച്ചാൽ മതി. അവിടെ വാങ്ങി ചോറിട്ടോ. നമ്മുടെ ഇൻസ്റ്റന്റ് സാമ്പാർ ഇവിടെ റെഡി. ഇതുപോലത്തെ കുറച്ച് വീട്ടിൽ കൂടെ വാങ്ങിച്ചു. ഇവിടെ ഇൻസ്റ്റന്റ് സാമ്പാർ ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ചോറ് തിന്നും. ഹലോ ഗേസ്, നിങ്ങൾ വരിക, നമുക്ക് ചോറ് തിന്നിട്ട് ഇരിക്കാം. സ്ഥലം കൂടെ പറഞ്ഞൂടെ എവിടെയാണ്? സ്ഥലം ഇവിടെ കാസർഗോഡ് അടുപ്പിച്ചായി. പാത്രം വലുത്, സംഭവം എത്തിപ്പൂലേ ഉള്ളു. ഇത് ഒരാൾക്ക് കഴിക്കാനേ ഉള്ളൂ എന്ന് തോന്നല്ലേ? ഓ, ജസ്റ്റ് ഒന്ന് അച്ചാറ് പോലെ തൊട്ട് വെക്കാം. അത് മതി. എത്ര രൂപയാണ്? 110 രൂപ. 100 രൂപയ്ക്ക് മലക്കറി അടിച്ചാൽ നമുക്ക് എത്ര പേർക്ക് സാമ്പാർ വയ്ക്കാന്ന് അറിയാമോ? മൂകാംബിക സെക്കൻഡ് ട്രിപ്പ് യാത്രയിൽ നമ്മളത് ചായ കുടിക്കാനായിട്ട് എത്തി. നമ്മൾ ഓൾമോസ്റ്റ് ഉടുപ്പി എത്താറായിരിക്കുന്നു. അപ്പോഴത്തേക്ക് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. എല്ലാവരും ടയേർഡാണ്.
ഇന്ന് കിടക്കുന്ന സ്റ്റേ ചെയ്യുന്ന റൂം എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു. അതെൻ്റെ ഹസ്ബൻഡ് സാധിച്ചു തന്നേക്കാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ തേര് നടക്കായിരുന്നു. ചെറിയ രീതിയിലുള്ള തേരായിരുന്നു. പക്ഷെ ഇനി അടുത്ത് വലിയ തേര് 12-ാം തീയതി ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ എക്കാലത്തെ കുറേ അറിവായ കാലം മുതലൊക്കെ ശ്രീ മൂകാംബിക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ വന്നിട്ടില്ല, വന്ന് കാണാനുള്ള ഭാഗ്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ സാധിച്ചിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് മുഖേന എനിക്കത് കാണാൻ പറ്റിയിട്ടുണ്ട്. അമ്മയെ കണ്ടിട്ടില്ല. ഞാൻ നാളെ രാവിലെ നമ്മളെല്ലാം റെഡിയായിട്ട് പോയി കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തേക്കുള്ള ഫുഡ് താഴെ കുക്ക് ചെയ്യാണ്. അമ്മ അനിയത്തി നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ കയറി വന്നതാണ്. അത്യാവശ്യം നല്ല റൂമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ എന്നാലും നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ നമ്മളെല്ലാവരും കൂടി പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് നേരത്തെ കിടന്നുറങ്ങും. നമുക്ക് രാവിലെ തന്നെ എണീക്കണം. അപ്പോൾ ഡേ 3 അമ്മയെ കണ്ടിട്ട് ബാക്കി കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.